السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഹിജ്റാബ്ദം 1448 പ്രവേശിച്ചു. പരിശുദ്ധ മുഹറത്തിൽ ഹിജ്റ വർഷാരംഭവുമായി ബന്ധപ്പെട്ട് ഹിജ്റ എന്ന മഹത്തായ ചരിത്ര സംഭവത്തെ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന സന്ദർഭമാണ്. പരിശുദ്ധ ദീനിലെ വലിയ ഒരു ഇബാദത്താണ് ഹിജ്റ. നിർബന്ധമായ ഒരു ബാധ്യതയാണ് ഹിജ്റ. എന്നാൽ ചരിത്രപരമായ ആ ഒരു മഹത്തായ ഹിജ്റ സംഭവം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ മക്ക ദേശത്തു നിന്നും ഇസ്ലാമിക പ്രബോധന സുഗമമായ ആവശ്യത്തെ കണ്ട് മദീന മുനവ്വറയിലേക്കുള്ള പലായനം, അതാണ് പ്രസിദ്ധമായ ഹിജ്റ. ഹിജ്റ വർഷത്തെയൊക്കെ നാം ഗണിക്കുന്നത് ആ മഹത്തായ തിരുനബിയുടെ ഹിജ്റ സംഭവത്തെ ഓർമ്മിച്ചുകൊണ്ടാണ്. എന്നാൽ ഹിജ്റ എന്ന ഈ ഒരു പ്രയോഗം പരിശുദ്ധ ദീനിൽ ഫറളായ ഒരു ബാധ്യതയാണ് ഹിജ്റ. എന്നാൽ അത് എപ്പോഴും എല്ലാവർക്കും ഒരുപോലെയല്ല എന്ന തിരിച്ചറിവുണ്ടാകണം. പരിശുദ്ധ മക്കയിൽ ഇസ്ലാമികമായ പ്രബോധനവും ഇസ്ലാമിക ജീവിതവും പ്രയാസമായി അനുഭവപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ പരിപാലിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് യാത്ര പോകൽ അനിവാര്യമായിരുന്നു. അങ്ങനെയാണ് തുടക്കത്തിൽ പരിശുദ്ധ മക്കയിൽ നിന്നും കടൽ കടന്ന് എത്യോപ്യയിലേക്കാണ് സ്വഹാബിമാർ ഹിജ്റ പോയത്, അൽ ഹിജ്റത്തുൽ ഊല. പിന്നീട് മദീന മുനവ്വറയിലേക്കാണ് വ്യാപകമായ ഹിജ്റ നടന്നത്. പിന്നെയും ചരിത്രത്തിലുടനീളം പ്രതികൂലമായ സാഹചര്യത്തെ അവഗണിച്ച് അതിനെ പുറകിലേക്ക് നിർത്തി വിജയത്തിന്റെ മുന്നേറ്റത്തിലേക്ക് പല പ്രദേശങ്ങളിലേക്കും ഹിജ്റ നടന്നിട്ടുണ്ട്. അഭയാർത്ഥികളുടെ പ്രവാഹങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. ഹിജ്റ അനിവാര്യമായ ആ കാലഘട്ടത്തിൽ ഹിജ്റയിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുന്നത് പാപമായിരുന്നു, കുറ്റകരമായിരുന്നു. എന്നാൽ ചരിത്രപരമായി മാത്രം ഇത്തരം പ്രയോഗങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ, അവതരണ പശ്ചാത്തലവുമായി മാത്രം ബന്ധിപ്പിച്ച് വളരെ കുടുസായ രൂപത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ പരിശുദ്ധ ദീനിന്റെ പല പുണ്യങ്ങളും നിർദ്ദേശങ്ങളും നന്മകളും നമുക്ക് വിനഷ്ടമാകുന്നുണ്ട്. അതുപോലെ പരിമിതമായ അർത്ഥത്തിൽ മാത്രം സാങ്കേതിക പ്രയോഗങ്ങളെ നാം വിലയിരുത്തിയാൽ മറുപടി പറയാനാകാതെ വിഷമിക്കുന്ന ചില ആദർശ പ്രതിസന്ധികളും കടന്നു വരുന്നുണ്ട്. ഇവിടെയാണ് ഹിജ്റ എന്ന ആ വലിയ മനോഹരമായ ശബ്ദം, അത് പരിശുദ്ധ ദീൻ മുൻപോട്ട് വെക്കുന്ന രീതി കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു പലായനം മാത്രമല്ല എന്നും ചരിത്രപരമായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമല്ല എന്നും ഓരോ വിശ്വാസിയും ഓരോ നിമിഷവും ഹിജ്റയെ ആഗ്രഹിക്കണം, ഹിജ്റയെ വരിക്കണം, ഹിജ്റയെ പരിപാലിക്കണം. അതെപ്രകാരമാണ് എന്നറിയണമെങ്കിൽ ഹിജ്റയുടെ അർത്ഥവ്യാഖ്യാനത്തെ വിശാലമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയണം. ഇത് ഒരു ഹിജ്റ എന്ന പദവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, പരിശുദ്ധ ദീനിലെ സാങ്കേതികമായ പല പ്രയോഗങ്ങളും അങ്ങനെയാണ്. ജിഹാദ്, അൽ ജിഹാദു ഫീ സബീലില്ലാഹി, ഇസ്ലാമിൽ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രയോഗമാണത്. സായുധ പോരാട്ടത്തിന് മാത്രം ജിഹാദ് അർത്ഥം വെക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളിൽ, പുസ്തകങ്ങളിൽ, ഗ്രന്ഥങ്ങളിലൊക്കെ ജിഹാദ് എന്നാൽ ശത്രുക്കളുമായുള്ള സായുധ പോരാട്ടമാണ് എന്ന് മാത്രം പരിമിതപ്പെടുത്തി അർത്ഥം വെക്കുകയും ചെയ്തപ്പോൾ ആവശ്യമില്ലാത്ത കുറെ വിമർശങ്ങൾ ഉണ്ടായി. സ്വാഭാവികമാണ്. ജിഹാദികൾ അനുകൂലമായ പരിശുദ്ധമായ ഒരു വലിയ ധർമ്മ സംവിധാനത്തിന്റെ അതിസൂക്ഷ്മമായ ഒരു മുന്നേറ്റത്തിന്റെ പരിശ്രമം, അതാണ് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതും
വിമർശിക്കപ്പെടുന്നതും. നമ്മുടെ തന്നെ മനസ്സിലാക്കുന്നിടത്തുള്ള പരിമിതികൾ അതിന് കാരണമായിട്ടുണ്ട്. അൽ ജിഹാദ്, അൽ മുജാഹദ, കഠിന പരിശ്രമം, ഏതൊരു നന്മയും സ്വായത്തമാക്കാൻ വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിന് ജിഹാദ്, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അൽ ജിഹാദു ഫീ സബീലില്ല, ദൈവിക മാർഗത്തിൽ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ പരിശീലനങ്ങൾ ജിഹാദാണ്. മനസ്സിനെ പരിപക്വമായ അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ലോല വിചാര വികാരങ്ങളിൽ നിന്ന് മുക്തമാക്കി ആത്മപരിശോധനയിലൂടെയുള്ള ആത്മപരിപാലനങ്ങൾ, അത് ജിഹാദാണ്, അൽ മുജാഹദ. അപ്പോഴ് അൽ ജിഹാദുൽ കബീർ, അൽ ജിഹാദു സഗീർ, ചെറിയ ജിഹാദും വലിയ ജിഹാദും ഒക്കെ ഉണ്ടാകും. ശത്രുക്കളുമായുള്ള സായുധ പോരാട്ടം എന്ന് മാത്രം അർത്ഥം വെക്കുമ്പോൾ പലപ്പോഴും ഇന്ന് നമുക്കൊന്നും അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല, അതിനാവശ്യമുള്ള ഘട്ടവുമല്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ അൽ ജിഹാദു ഫീ സബീലില്ലാഹി എന്ന് ഓരോ കാലഘട്ടത്തിലുമുള്ള വിശ്വാസികൾ എങ്ങനെ നിർവഹിക്കും? മറിച്ച് കഠിന പ്രയത്നം, കഠിന പരിശ്രമം, ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള പോരാട്ടം, സമരം, ഈ സമരവും പോരാട്ടവും മുഴുവൻ ആയുധം കൊണ്ടാകണമെന്നില്ല. ശത്രു എപ്പോഴും മനുഷ്യരാകണമെന്നുമില്ല. നമുക്ക് ദുശ്ചേതനകളിലേക്ക് പ്രേരിപ്പിക്കുന്ന ഇബിലീസിയൻ ശത്രുത, അതുപോലെ നമ്മുടെ തന്നെ ആത്മബോധങ്ങൾ നമ്മെ തെറ്റിലേക്ക്, വികാരത്തിലേക്ക് ഉയർത്തുന്നുവെങ്കിൽ ആ ഹവൻ നഫ്സിനോട്, ആത്മവിചാരങ്ങളോടും വികാരങ്ങളോടും പൊരുതി പോരാടി ജയിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ ശരിയായ പോരാട്ടം. അപ്പൊ ജിഹാദ് വെറും വാളെടുത്ത് ശത്രുവിന്റെ പാളയത്തിൽ ചെന്ന് വെട്ടുകയും കൊല്ലുകയും ചെയ്യുന്ന ആ അർത്ഥം, അത് യുദ്ധ സാഹചര്യത്തിന്റെ അനിവാര്യത വരുമ്പോൾ മാത്രമുള്ള ജിഹാദി മുന്നേറ്റങ്ങളാണ്. അതുണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ എന്ന് കരുതി എല്ലാ ജിഹാദും അങ്ങനെയാണെന്ന് അർത്ഥം വെച്ചാൽ പരിശുദ്ധ ഖുർആനിക വായനയിലൊക്കെ വല്ലാതെ സംശയങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് അൽ ഖിത്താൽ. ഖിത്താൽ എന്നാലും സായുധ പോരാട്ടം എന്ന് മാത്രമല്ല, ഖതല യഖ്തുലുവിൽ നിന്ന് മാത്രമല്ല, ഏത് സമര പോരാട്ടങ്ങളും ഖിത്താലാണ്. അതിൽ വാളും തോക്കും ഒന്നും ഇല്ലാത്ത സമരമുണ്ടാകും. ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമര മുന്നേറ്റങ്ങൾ, അതിൽ ചിലപ്പോഴ് സ്നേഹ ഉപദേശങ്ങൾ വരെ ഖിത്താലിന്റെ പരിധിയിൽ വരും. എതിരാളിയായ, ആശയപരമായി ആദർശപരമായി എതിർത്ത് നിൽക്കുന്നവനെ മനസ്സ് കീഴടക്കുക, അവന്റെ മാനസിക ശത്രുതയെ നിർവീര്യമാക്കുക, അതൊക്കെ ഖിത്താലിന്റെയും ജിഹാദിന്റെയും വ്യത്യസ്തങ്ങളായ പ്രായോഗിക മുറകളാണ്. പരിശുദ്ധ ഖുർആനിന്റെ വിശാലമായ ഈ അർത്ഥ വായന നമുക്ക് ലഭിക്കാതെ വന്നതുകൊണ്ടാണ്, നമ്മുടെ പരിഭാഷകളും മറ്റും അത് സ്വീകരിക്കാത്തത് കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയും വിമർശിക്കുന്ന ആളുകൾ, അവർക്കറിയാം മനഃപൂർവം അവർക്ക് ആയുധം കിട്ടിയതുപോലെയാണ്. ജിഹാദ്, ഖിത്താല്, ഇങ്ങനെ പല ശബ്ദങ്ങളുമുണ്ട്. അതൊക്കെ സാങ്കേതിക പ്രയോഗങ്ങളാണ്. അവസരത്തിനനുസരിച്ച്, സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അതിന്റെ അർത്ഥവ്യാഖ്യാനങ്ങളുടെ പ്രായോഗികതയ്ക്ക് മാറ്റമുണ്ടാകും. എന്നാൽ അതുപോലെ ഒരു പ്രയോഗമാണ് അൽ ഹിജ്റ. ഹജറ, ഹാജറ, യുഹാജിറു, മുഹാജറ. അറബി ശബ്ദത്തിന്റെ വ്യത്യസ്തങ്ങളായ ധാതുക്കൾ, അവയെ മുഴുവൻ പഠിച്ചാൽ ഹിജ്റ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുക എന്നത് ചരിത്രപരമായ ഒരു ഹിജ്റയായിരുന്നു. ഇന്നും അത്തരം അനിവാര്യമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അഭയാർത്ഥികളായി പോകേണ്ടി വരും. ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. ചിലപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് പോകേണ്ടി വരും. മതധർമ്മ സംരക്ഷണത്തിന് അനുകൂലമായ ഒരു സാഹചര്യത്തെ തേടിയുള്ള ശാരീരിക പലായനം, അഭയാർത്ഥികളായി പോവുക. എന്നാൽ ഹിജ്റ കൊണ്ട് ഉദ്ദേശിക്കുന്ന
ഏറ്റവും വലിയ ഒരു അർത്ഥം വിശാലമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഗുരുനാഥന്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചിന്തകൾ പ്രകാശിച്ചപ്പോഴാണ് വല്ലാത്തൊരു വാക്കാണത്. ഏത് സന്ദർഭത്തിലും നീ ഹിജ്റയിലായിരിക്കണം. ഏത് ദിവസവും ഏത് നിമിഷത്തിലും നീ ഹിജ്റ തുടർന്നുകൊണ്ടിരിക്കണം. ഏതാണ് ആ ഹിജ്റ? ബി ഇംകാനിക അൻ തുഹാജിറ മിൻ ഹാലതിക സയ്യിഅ ഇലാ ഹാലതികൽ ഹസന. ബി ഇംകാനിക്, നിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നിനക്ക് സാധ്യമായ ഒരു ഹിജ്റയുണ്ട്. അതേത് രാജ്യത്തുള്ളവർക്കും ഏത് സാഹചര്യത്തിലുള്ളവർക്കും. അൻ തുഹാജിറ മിൻ ഹാലതിക സയ്യിഅ, നിന്റെ ഇപ്പോൾ നിലവിലുള്ള ചീത്ത അവസ്ഥ, മോശം കണ്ടീഷൻ, ധാർമ്മികമായിട്ടാകട്ടെ, ഭക്തിമാർഗത്തിലാകട്ടെ, സദാചാര രംഗത്താകട്ടെ, സാമ്പത്തിക മാർഗത്തിലാകട്ടെ, ലൗകിക ഭൗതിക കാര്യങ്ങളിലാകട്ടെ, നീ ഇപ്പോഴുള്ളത് മോശപ്പെട്ട ഒരവസ്ഥയിലാണ്. ആത്മീയമായി മോശമാണ്, സദാചാരപരമായി മോശമാണ്. ആ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് എത്രയും പെട്ടെന്ന് നീ പലായനം നടത്തണം. അത് പക്ഷേ ശരീരം കൊണ്ടല്ല, നിന്റെ മനോനിശ്ചയം കൊണ്ട്, നിന്റെ മാനസിക സമീപനം കൊണ്ട് നീ ഹിജ്റ പോകണം. അൻ തുഹാജിറ മിൻ ഹാലതിക സയ്യിഅ ഇലാ ഹാലതികൽ ഹസന, നല്ല ഒരു അവസ്ഥയിലേക്കുള്ള ചേഞ്ച്, നല്ല ഒരു സാഹചര്യത്തിലേക്കുള്ള ഒരു സഞ്ചാരം. ശരീരം ഉള്ളയിടത്ത് തന്നെ നിൽക്കട്ടെ, നാടും വീടും പ്രദേശവും ഒന്നും മാറണ്ട. ഇപ്പോഴുള്ള അവസ്ഥ ശരിയല്ലെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ, അല്ല ശരിയാണ്, പക്ഷേ അതിനേക്കാൾ ഉയർന്ന ശരി, ശരിയായ ശരി നിന്റെ ജീവിതത്തിൽ പ്രാപിക്കാൻ ഇനിയും എമ്പാടുണ്ടെങ്കിൽ നീ അതിലേക്കെല്ലാം സഞ്ചരിക്കണം, ഉയരണം, ഉന്നതമായ നില പ്രാപിക്കണം. അതെല്ലാം ഹിജ്റയാണ്. നമുക്കൊക്കെ അറിയാം, വിശ്വാസപരമായി നമ്മുടെ ഖൽബ് നിഷേധത്തിലാണ്, കുഫറിലാണ്, നിരീശ്വരത്വമാണ്, അല്ലെങ്കിൽ യുക്തിവാദത്തിലാണ്. ഈ അവസ്ഥ നന്ദിയില്ലാത്ത വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. സൃഷ്ടാവായ പടച്ച തമ്പുരാനെ പോലും അംഗീകരിക്കാത്ത, ധിക്കാരം നിറഞ്ഞ, നിഷേധമായ ഒരവസ്ഥ. മാറണം, ചേഞ്ച് അനിവാര്യമാണ്. അതെങ്ങനെയാണ്? വിശ്വാസത്തിലേക്ക്, സത്യ അനുഭവങ്ങളിലേക്ക്, ആസ്വാദനങ്ങളിലേക്ക് നീ ഹിജ്റ പോകണം. അപ്പോഴ് യുക്തിവാദ ചിന്തകളും നിരീശ്വരത്വവാദങ്ങളും നിന്നെ പിടിച്ചു കുലുക്കുന്നു. അതിന് പറ്റുന്ന ഒരു റൂമിലാണ് നീ ഉള്ളത്, അതിന് പറ്റുന്ന ഒരു കൂട്ടുകെട്ടിലാണ് നീ ഉള്ളത്. എങ്കിൽ ആ കൂട്ടുകെട്ടിനെ പുറകിലേക്കാക്കി തട്ടി മാറ്റി ത്യാഗം സഹിച്ച് നീ വിശ്വാസ സംരക്ഷണത്തിന് അനുകൂലമായ ഒരു സഹവാസത്തിലേക്ക് നീങ്ങണം. അതിന് പറ്റുന്ന ഒരു കൂട്ടുകെട്ടിലേക്ക് നീ ഹിജ്റ പോകണം. അപ്പോഴും നടക്കുന്ന കാര്യം എന്താണ്? പഴയ മോശപ്പെട്ട അവസ്ഥയെ പിന്തള്ളി മാറ്റിവെച്ച് പുതിയ സാഹചര്യത്തെ, നന്മയെ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള മുന്നേറ്റം. ഇങ്ങനെ ഹിജ്റയ്ക്ക് അർത്ഥം വെക്കുമ്പോൾ നമുക്കൊക്കെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഹിജ്റയുണ്ട്. ജഹലിൽ നിന്ന് ഇൽമിലേക്കുള്ള ഹിജ്റ അറിവില്ലായ്മയാണ്, അജ്ഞതയാണ്, അന്ധതയാണ്. ഈ ഒരു നില തുടർന്നാൽ ഇനിയും അന്ധതയും അജ്ഞതയുമാണ്. എങ്കിൽ ആ സാഹചര്യവും ആ കൂട്ടുകെട്ടും വിട്ട് അറിവിന്റെ, ജ്ഞാനത്തിന്റെ തീരത്തേക്ക് യാത്ര ചെയ്യണം. ചരിത്രപരമായ ഹിജ്റയുമായി ബന്ധപ്പെട്ട് പറയുന്നതൊക്കെ ഇവിടെയും ഉണ്ടാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയപ്പെട്ട അനുചരന്മാരും നിർവഹിച്ച ആ ചരിത്ര ദൗത്യം ഹിജ്റ വലിയ കാര്യമാണ്. അത് പറയുന്നത് പോലെ സുഖമല്ല, കേൾക്കുന്നത് പോലെ സുഖമുള്ളതല്ല. ജനിച്ചു വളർന്ന നാട്, കളിച്ചു വളർന്ന മേച്ചിൽ പുറങ്ങൾ, തൻ്റെതായ കുടുംബവും സ്വത്തും വീടും സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശം, ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവയെല്ലാം വർജിച്ച് വിട്ട് ഒഴിവാക്കി മറ്റൊരു ദേശത്തേക്ക് കുടിയേറി പോവുക എന്നത് നിർബന്ധിതരാകുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അതൊരു വല്ലാത്ത ത്യാഗമാണ്.
തിരുനബിയും സ്വഹാബത്തും അനുഭവിച്ച ഹിജ്റയുടെ ത്യാഗോജ്വലമായ ആ ചരിത്രം അത് വലുതായി തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എത്തിയാൽ എല്ലാവരും ഹിജ്റക്ക് തയ്യാറാവുകയും വേണം. ഒന്നുകൂടി ആലോചിച്ചു നോക്ക്. പരിശുദ്ധ മക്കയിലും പരിസരത്തും വീടും കുടുംബവും സ്വത്തും ഉണ്ടായിരുന്ന ഒരു വിഭാഗം, അവര് വളർന്ന കളിസ്ഥലങ്ങൾ, അവരുടെ കൂട്ടുകെട്ടുകളെല്ലാം ഉള്ളത് ഒരു നാട്ടിലാണ്. അവരുടെ ജോലിയും അവരുടെ സ്വത്തുമൊക്കെ പരിശുദ്ധ ദീനിന്റെ സംരക്ഷണം അനിവാര്യമായി വന്നപ്പോൾ എങ്ങോട്ടെന്നില്ലാതെ പോവുകയാണ്. ആ ഒരു സഞ്ചാരം ഹിജ്റയുടെ ഏറ്റവും വലിയ വിഭാഗമാണ്. ആദ്യം പോയത് അൽ ഹിജ്റത്തുൽ ഊല, എത്യോപ്യയിലേക്കാണ്. അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ദൈവിക സന്ദേശത്തിന്റെ ഒരു അവലംബമുണ്ടായിരുന്നു. അത് ശരിയാണ്. അതിൽ ഉറച്ച വിശ്വാസമുള്ളവർക്ക് അത് വലിയ പ്രതീക്ഷയായിരുന്നു. അല്ലാത്തവരുടെ കാര്യമോ? മക്കയിൽ നിന്ന് മരുഭൂമി കടന്ന് കടലിലേക്ക് ചെന്ന് അക്കാലഘട്ടത്തിലെ വഞ്ചിയും കപ്പലും കയറി ആഫ്രിക്കയിലെ എത്യോപ്യയിലേക്കാണ് പോകുന്നത്. അവിടെ അവർക്ക് വീടില്ല, നാടില്ല, കൂട്ടുകുടുംബങ്ങൾ ഒന്നുമില്ല. ഇതൊരു വല്ലാത്ത ഹിജ്റയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുഹാജിരീൻ എന്ന വിഭാഗം അക്കാലത്തുണ്ടായി, എക്കാലത്തും തുടരും. എങ്കിൽ അത്തരം അഭയാർത്ഥികൾ നമ്മളിലേക്ക് വന്ന് ചേരുമ്പോൾ അവരെ സ്വീകരിച്ച് സംരക്ഷിച്ച് സഹായിക്കുന്ന അൻസാറുകൾ എല്ലാ കാലത്തും ഉണ്ടാവും, എല്ലാ ദേശത്തും ഉണ്ടാകും. മുഹാജിർ അൻസാർ എന്നതൊന്നും ചരിത്രപരമായി ഒരിക്കൽ സംഭവിച്ച് നിലച്ചുപോയ സംഗതികളല്ല. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم. ഒരു നാട്ടില് പരിശുദ്ധമായ ദീനീ ആദർശം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. ബിദ്അത്തിന്റെ, കുഫറിന്റെ, നിരീശ്വരത്വത്തിന്റെ അപകടകരമായ അവസ്ഥയിലാണ്. ഷിയായിസത്തിന്റെ, അതല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ബിദ്അത്ത് നവീനവാദങ്ങളുടെ സാഹചര്യത്തിലാണ്. അവിടെ എങ്ങാനും മുന്നോട്ട് പോയാൽ അത്തരം പിഴച്ച ആദർശങ്ങളിൽ പെട്ട് തകർന്നു പോകും, സത്യവിശ്വാസം അപകടപ്പെട്ടു പോകും. അപ്പൊ അത്തരക്കാരായ ആളുകൾ അതിൽ നിന്ന് രക്ഷ നേടാൻ ശരിയായ അഹ്ലുസുന്നയുടെ ആദർശം സ്വീകരിച്ച് ഈമാനികമായ വളർച്ചയ്ക്കും സുരക്ഷിതത്വത്തിനും പറ്റുന്ന നാട്ടിലേക്ക് പോകണം. അവിടെയുള്ളവർ അത്തരക്കാരായ അഭയാർത്ഥികളെ സ്വീകരിക്കണം. അപ്പോഴും മുത്തഅല്ലിമീങ്ങളെ ഏറ്റെടുത്ത് പോറ്റി വളർത്തുന്ന ദർസിലെ മഹല്ലുകൾ ചെയ്യുന്നത് അൻസാറുകളുടെ ദൗത്യമാണ്. ഇൽമ് പഠിക്കാൻ വേണ്ടി പുറപ്പെടുന്നവർ മുഹാജിരീങ്ങളാണ്. ഇനി തെറ്റായ സാഹചര്യത്തിൽ നിന്ന് മദ്യപനാണ്, അഡിക്റ്റാണ്, ലഹരിയുടെ അടിമയായിപ്പോയി. കൂട്ടുകെട്ടൊക്കെ അങ്ങനെയാണ്. എവിടേക്ക് ഇറങ്ങിയാലും തൻ്റെ കൂട്ടുകാർ മദ്യഷാപ്പിലേക്ക്, മയക്കുമരുന്നിലേക്ക് കൊണ്ടുപോകും. ഉടനെ ഹിജ്റയാകണം, ആ സാഹചര്യം വിട്ടുമാറണം, ആ കൂട്ടുകെട്ടിനെ ഒഴിവാക്കണം. എന്നിട്ടൊരു നല്ല സ്ഥലത്തേക്ക് അഭയം തേടാൻ വന്നാലോ നമ്മൾ അവരെ സ്വീകരിക്കണം, വാരിപ്പുണരണം. ഇവൻ മദ്യപനാണ്, ഇവൻ നേരത്തെ കള്ളുകുടിച്ചു റോട്ടിൽ തെരുവിൽ കിടന്നവനാണ് എന്ന പുച്ഛത്തോടു കൂടി കാണാതെ അൻസാറുകളായി മാറണം. അവര് ഹിജ്റയായി നമ്മിലേക്ക് എത്തിയിരിക്കുന്നു. അവന്റെ ലക്ഷ്യം ഇന്ന് സംശുദ്ധ ജീവിതത്തിലേക്കുള്ള പശ്ചാത്താപമാണെങ്കിൽ ഏറ്റെടുക്കണം, വാരിപ്പുണരണം. മദ്യപന്മാരെ ഏറ്റെടുക്കുന്ന സംവിധാനം, അറിവില്ലാത്തവരെ ഏറ്റെടുക്കുന്ന സംവിധാനം, നിരീശ്വര നിർമ്മത ഭൗതികവാദങ്ങളിൽ പെട്ട് കുഴങ്ങിയവര് സുരക്ഷാ തീരത്തേക്ക് വരുമ്പോൾ അതേ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, ഈ മുഹാജിർ അൻസാർ എന്ന ഈ രണ്ട് തലം എല്ലാ കാലത്തും ഉണ്ടാകും. അതിനാവശ്യമായ സഹകരണം, അതാണ് നമ്മുടെ കേന്ദ്രങ്ങൾ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളൊക്കെ നിർവഹിക്കേണ്ട ദൗത്യം. കുറച്ച് ലഹരി അടിമകൾ, അവരെ ആ ഒരു സാഹചര്യം, സിറ്റുവേഷൻ മാറ്റിക്കൊടുക്കണം. അവരെ നമ്മൾ താലോലിച്ച് സ്വീകരിച്ച് തൊഴിൽ കൊടുത്ത് സ്നേഹം കൊടുത്ത്
പുതിയൊരു മേച്ചിൽപ്പുറത്തിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ അവര് നിർവഹിക്കുന്നത് മുഹാജിരീൻ എന്ന വിഭാഗത്തിന്റെ സത്യനയമാണ്. അവരെ ഏറ്റെടുക്കുന്ന നമ്മൾ ചെയ്യുന്നത് വൽ അൻസ്വാർ, അവരെ കൂട്ടുപിടിക്കുന്ന ആളുകളാണ്. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, അവർക്ക് ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഹിജ്റ എന്നത് എന്നും നൈരന്തര്യമുള്ളതാണ്. പുകവലിക്കുന്ന ഒരാൾ, സിഗരറ്റ് അടിമപ്പെട്ടുപോയി, ഒരു നല്ല സംസ്കാരമല്ലത്, മാന്യതയുടെ ലക്ഷണമല്ല ഇക്കാലത്ത്. എങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ ചിലപ്പോഴ് സ്ഥലം തന്നെ മാറേണ്ടി വരും, ചിലപ്പോഴ് മനോനിശ്ചയം കൊണ്ട് ജിഹാദ് നടത്തി ഹിജ്റ പോകേണ്ടി വരും, പുകവലി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും അങ്ങനെ അർത്ഥം വെച്ച് പഠിച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണോ അതിൽ നിന്ന് മാറി അള്ളാഹുവിലേക്ക് ഹിജ്റ പോവുക. ഇനി ഈ ഹിജ്റ എന്ന പലായനം ഭൂമിശാസ്ത്രപരമായാലും ശരി, മാനസികമായാലും ശരി, അത് അള്ളാഹുവിന്റെ ലക്ഷ്യത്തിലേക്കാവണം. അള്ളാഹുവിനെയാണ് പ്രാപിക്കേണ്ടത്. അപ്പോഴാണ് ശരിയായ മുഹാജിറാവുക. അള്ളാഹു അല്ലാത്ത ഒന്നുകൂടെ നമ്മുടെ നിയ്യത്തിൽ ചേർത്ത് വെച്ചാൽ നമ്മുടെ ഹിജ്റ പരിശുദ്ധമാവുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഹിജ്റയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാഖ്യാനിച്ചപ്പോൾ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച സർവസ്വീകാര്യമായ പ്രസിദ്ധമായ ഹദീസാണ് ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്. മണിക്കൂറുകൾ അപഗ്രഥിക്കേണ്ട പ്രമാണ വചനമാണത്. ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്. ഏത് കർമ്മങ്ങളെയും ഏത് സമീപനങ്ങളെയും വിലയിരുത്തേണ്ടത്, പരിഗണിക്കേണ്ടത്, അതിന്റെ മൂല്യം നിശ്ചയിക്കുന്നത് ബിന്നിയ്യാത്ത്, ഉദ്ദേശ്യം, മനസ്സിന്റെ ലക്ഷ്യം ഏതാണോ നിയ്യത്ത് അതിനനുസരിച്ച് മാത്രമാണ് കർമ്മങ്ങളുടെ പൂർത്തീകരണവും സ്വീകാര്യതയും. അതുകൊണ്ട് ഈ ഹദീസ് എവിടെയാണ് പറഞ്ഞത്? ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംസാരിച്ചത് എന്ന് വിചാരിച്ച് ഖിയാമത്ത് നാൾ വരെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ കുറെ ആളുകളുടെ ചരിത്രം പറയുകയും അവിടെ ഒതുക്കി വെക്കുകയും ചെയ്യരുത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ഒരാളുടെ ഹിജ്റ അല്ലാഹുവിലേക്കും അവന്റെ തിരുദൂതരിലേക്കുമാണെങ്കിൽ അപ്പോൾ അവന്റെ ഹിജ്റ അല്ലാഹുവിനെയും അവന്റെ തിരുദൂതരെയും പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇവിടെ അല്ലാഹുവിലേക്ക് ഹിജ്റ പോവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അല്ലാഹു ഇല്ലാത്ത പ്രദേശമായതുകൊണ്ട് അല്ലാഹു ഉള്ള ഒരു ദേശത്തേക്ക് പോവുക എന്ന് അർത്ഥം ചിന്തിക്കാൻ പറ്റുമോ? സ്ഥലപരിമിതമല്ലല്ലോ അല്ലാഹുവിന്റെ ലോകം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് മക്കയിൽ അല്ലാഹു ഇല്ലാത്തത് കൊണ്ടും മദീനയിൽ അല്ലാഹു ഉള്ളത് കൊണ്ടുമല്ല. അല്ലാഹുവിനെ പ്രാപിക്കുക എന്നത് ഏത് ദിക്കിലും ഏത് കാലത്തും ഏത് ദേശത്തും സാധിക്കും. അപ്പോൾ പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ പൊരുത്തം, അല്ലാഹുവിന്റെ പ്രീതിയെ കാക്ഷിച്ചുകൊണ്ടാണ് ഹിജ്റയെങ്കിൽ അതുപോലെ അവന്റെ റസൂലിലേക്കുള്ള ഹിജ്റ. മക്കയിലുള്ള വിശ്വാസികൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലാണ് ഉള്ളത് അന്ന്. ആ സാഹചര്യത്തിൽ അപ്പൊ റസൂലിലേക്കുള്ള ഹിജ്റ എന്ന് പറഞ്ഞാൽ ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്ന നിലകൊള്ളുന്ന പ്രദേശത്തേക്കുള്ള ഹിജ്റയാണോ? അങ്ങനെയൊക്കെ പരിമിതപ്പെടുത്തുമ്പോഴാണ് പ്രമാണങ്ങളെ അക്ഷര വായനയിൽ ഒതുക്കുകയും അവതരണ പശ്ചാത്തലത്തിൽ പരിമിതപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ ദീനിന്റെ വിശാലമാനം നമുക്ക് നഷ്ടപ്പെടും. അവിടെ റസൂലുള്ളാഹിയിലേക്ക് ഹിജ്റ പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റസൂലുള്ളാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ നേതൃത്വം നൽകുന്ന പരിശുദ്ധ മദീനയിൽ ചെന്ന് റസൂലുള്ളാഹിയെ ചെന്ന് കാണുക എന്ന് മാത്രമാണോ അർത്ഥം? മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അതൊരു സന്ദേശമാണ്. അള്ളാഹുവിന്റെ റസൂൽ അതൊരു നയമാണ്, നൈരന്തര്യമുള്ള ഒരു സമീപന സംവിധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടുത്തെ തിരുശരീരം കൊണ്ട് ഉള്ള കാലത്ത് അവിടുന്ന് അത് നിർവഹിച്ചു. അവിടുന്ന് ദേഹവിയോഗം പ്രാപിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അത് ഏറ്റെടുത്തു. പിന്നീട് അത് സയ്യിദന ഉമറുൽ ഫാറൂഖ് ഏറ്റെടുത്തു. അപ്പോൾ ഒരാൾ ആ കാലഘട്ടത്തിൽ ഉമറുൽ ഫാറൂഖിലേക്കാണ് യാത്ര പോകുന്നത് ഹിജറ എങ്കിൽ അത് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമുള്ള ഹിജറയാണ്. ലക്ഷ്യം എന്താകണം? അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ പൊരുത്തം, തന്റെ ഡയറക്ഷൻ അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കുക എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം, അവന്റെ റസൂലിലേക്കുള്ള ഹിജറ. അപ്പൊ അത് റസൂലുള്ളാഹിയുടെ ചരിത്രപരമായ നിലനിൽപ്പ്. അത് മാത്രമല്ലല്ലോ, കാലാകാലങ്ങളിൽ റസൂലുള്ളാഹി സമീപിക്കാൻ നമുക്ക് കഴിയണം. അത് അവിടുത്തെ ആശയ സംവിധാനത്തിന്റെ സംരക്ഷണം നൽകുന്ന കേന്ദ്രം എവിടെയാണോ അത് ചിലപ്പോൾ ഏത് രാജ്യത്തുമാകാം. അവിടുത്തെ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശ കേന്ദ്രങ്ങളാണ് അൽ ഉലമാ. അപ്പൊ അവരിലേക്കുള്ള ഹിജ്റ, ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ഈ സുപ്രസിദ്ധമായ ഹദീസിൽ ഒരു പ്രയോഗമുണ്ട്. എന്താണത്? തിരുനബി പറഞ്ഞു, വമൻ കാനത്ത് ഹിജ്റതുഹു ഇലാ ദുനിയ യുസീബുഹ. കേവലം ദുനിയാവ് വിചാരിച്ചുകൊണ്ടാണ്, ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാള് നാട് വിട്ടു പോകുന്നതെങ്കിൽ ആ ദുനിയാവിനെ അവന് ലഭിക്കും. വമൻ കാനത്ത് ഹിജ്റതുഹു ഇലാ ഇംറഅത്തിൻ യൻകിഹുഹ. ഒരു പെണ്ണിനെ പ്രണയിച്ച് മോഹിച്ച് ആ ഒരു പെണ്ണിനെ ലക്ഷ്യം വെച്ചാണ് ഒരാളുടെ ഹിജ്റയെങ്കിൽ ആ പെണ്ണിനെ നിക്കാഹ് ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടാകും. ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. എങ്ങോട്ടാണോ അവൻ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യമാണ് പ്രാപിക്കുക. ഈ ഹദീസൊക്കെ വ്യാപകമായി നമ്മൾ പറഞ്ഞു കേൾക്കും. മുഹാജിറു ഉമ്മു ഖൈസ്, റസൂലുള്ളാഹിയുടെ ഹിജ്റയുടെ ആ കാലഘട്ടത്തിൽ മക്കയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമ്മു ഖൈസിനെ പ്രണയിച്ചു, അവരെ വിവാഹം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അവര് മദീനയിലേക്ക് യാത്രയാകുന്നു എന്ന് കേട്ടപ്പോൾ ആ കാമുകൻ തന്റെ പ്രിയ പ്രേയസിയെ വരിക്കാൻ വേണ്ടി, കല്യാണം കഴിക്കാൻ വേണ്ടി അവര് പോയ വഴിക്ക് പോയി, ഹിജ്റ പോയി. ഈ ചരിത്ര പശ്ചാത്തലം ശരിയാണ് എന്ന് കരുതി. പക്ഷെ വലിയൊരു കൗതുകമുണ്ട്. ഇസ്ലാമിക നിവേദകന്മാരുടെ മാന്യത, ആ പുരുഷൻ പെണ്ണിനെ പ്രേമിച്ച് മോഹിച്ച് നാട് വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയ ആള് ആരാണ് എന്ന് എവിടെയും കാണുന്നില്ല. എല്ലാ വ്യാഖ്യാനങ്ങളും നോക്കിയാലും മുഹാജിറു ഉമ്മു ഖൈസ്, ആളെ പേര് പറയുന്നില്ല. മുഹാജിറു ഉമ്മു ഖൈസ്. എന്തുകൊണ്ട്? അതൊരു ചീത്ത അടയാളാണ്, ഒരു നെഗറ്റീവ് ചരിത്രമാണ്. ഒരു പെണ്ണിനെ വിചാരിച്ച് ഹിജ്റ പോയവൻ അദ്ദേഹം മരിക്കുന്നത് വരെ അങ്ങനെ ഒരു പേര് ദോഷം വരാതിരിക്കാൻ ആ പേരെവിടെയും ആരും പറയുന്നില്ല. നമ്മൾ ഓരോരുത്തരും മുഹാജിറു ഉമ്മു ഖൈസ് ആണോ എന്നാണ് ചിന്തിക്കേണ്ടത്. പെണ്ണിനെ മോഹിച്ച്, പണത്തെ മോഹിച്ച്, പദവിയെ പ്രേമിച്ച്, സ്ഥാനമാനങ്ങളെ കാക്ഷിച്ച് നമ്മൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നുവെങ്കിൽ നമ്മളും സ്വാഭാവികമായും ആ ലക്ഷ്യത്തിലേക്ക് മാത്രമുള്ള പോക്കായി മാറും. ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഏതാണോ ലക്ഷ്യം അള്ളാഹുവിലേക്ക്, അതായത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തത്തിലേക്ക്, അങ്ങനെ നമ്മൾ ഡയറക്ഷൻ ക്രമീകരിച്ചാൽ, നമ്മുടെ ലക്ഷ്യബോധത്തെ നമ്മൾ നിയന്ത്രിച്ചാൽ ലക്ഷ്യം പ്രാപിക്കും. ഇവിടെയും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഈ ഹദീസിന്റെ വ്യാഖ്യാനം. എന്താണ്? തുടക്കത്തിലൊക്കെ ഭൗതികമായ ലക്ഷ്യ താല്പര്യമായിരുന്നു ഹിജ്റ കൊണ്ടുണ്ടായിരുന്നത്, സഞ്ചാരം കൊണ്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഏതോ നല്ല നിമിഷത്തിൽ അവന്റെ നിയ്യത്ത് തന്നെ മാറിയാലോ? നമ്മുടെ റബ്ബ് ഫറബ്ബുന റബ്ബുൽ ഖുലൂബ്, നമ്മുടെ നാഥൻ ഖൽബിനെ നിയന്ത്രിക്കുന്ന റബ്ബാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ട്രാവൽസ് മേഖലയിലുള്ള ഒരാൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന, ടിക്കറ്റ് കൊടുക്കുന്ന, യാത്ര ഒരുക്കുന്ന ഒരാളാണ്. ആ സാഹചര്യത്തിലാണ് ഉംറ ബിസിനസ്, മക്ക മദീനയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുക. നല്ല ഒരു പരിപാടിയായി. ആ ബിസിനസ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ഉംറ സേവനം തുടങ്ങി.
ട്രാവൽസിലെ വിശാലമായ രൂപത്തിൽ. അവന്റെ നിയ്യത്ത് പലപ്പോഴും കച്ചവടമാണ്, ലാഭമാണ്. പാരീസിലേക്കും കാശ്മീരിലേക്കും കൊണ്ടുപോകുന്നത് പോലെയുള്ള ഭൗതികമായ താല്പര്യമാണ്. പക്ഷെ അങ്ങനെ അവൻ തുടങ്ങിയെങ്കിലും റബ്ബുനാ ഹുവ റബ്ബുൽ ഖുലൂബ്, നല്ല ഒരു നിമിഷം എത്തി. 1-2 യാത്രയൊക്കെ കഴിഞ്ഞു, ആളുകളെയൊക്കെ കൊണ്ടുപോയി. നല്ല ഒരു കുറ്റബോധ പശ്ചാത്താപത്തിലേക്ക് അവൻ ഉയർന്നു. ഈ യാത്രയും ഈ കൊണ്ടുപോകുന്നതും ഈ കച്ചവടവും ഒക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എന്നെ സഹായിക്കണം. ആദ്യമൊക്കെ ചിലപ്പം 50-50 ആയിരിക്കും. മദീനയിലും പോകാലോ, എനിക്ക് മക്കയിലും എത്തിച്ചേരാലോ, കൂട്ടത്തിൽ എനിക്ക് കച്ചവടവും ലാഭവും നടക്കുമല്ലോ. പിന്നീട് ഉയർന്ന് അള്ളാഹുവിന്റെ പ്രീതിയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള യാത്ര. എങ്കിൽ ഹജ്ജ് തീർത്ഥാടകർക്കു, ഉംറ തീർത്ഥാടകർക്കുള്ള സർവീസ്, സേവനം, അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഭൗതികമായ, ഐഹികമായ, സാമ്പത്തികമായ നേട്ടവും കൂടി ഉണ്ടാകുമ്പോൾ അവിടെ നിയ്യത്ത് ക്രമീകരിക്കാൻ പഠിക്കണം. ഫലാ ജുനാഹ അലൈക്കും അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും. ഹാജിമാരെ സംബോധിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, ഫലാ ജുനാഹ അലൈക്കും അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ കസീറൻ. ഹജ്ജിന്റെ കൂട്ടത്തിലൊരു ലക്ഷ്യം, ബിസിനസ്സും ആകാലോ, കൂടെ കൊണ്ടുപോകുന്ന ചരക്കുകളൊക്കെ വിറ്റഴിക്കാമല്ലോ, ആകാം. അങ്ങനെ ഒരു ഹലാലായ നിയ്യത്ത്. അത് പിന്നെ സുന്നത്തിലേക്കും ഫരീളത്തിലേക്കും ഉയരുന്നത് എപ്പോഴാ? അള്ളാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ കണ്ടീഷനിങ് അത് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ വഴിയിൽ വെച്ച് നമ്മുടെ നിയ്യത്ത് മാറാം. അവിടെ എത്തിച്ചേർന്ന ശേഷം നമ്മുടെ നിയ്യത്ത് മാറി അള്ളാഹുവിലേക്കുള്ള യാത്രയാകും. ചുരുക്കത്തിൽ ഹിജ്റ വിശാലമായ ഒരു ജീവിത സംവിധാനമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ തന്നെ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. സൂറത്തു സ്വാഫാത്ത് 99. ഞാൻ എൻ്റെ നാഥങ്കലേക്ക് പലായനം നടത്തുകയാണ്. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി. എന്താ അതിന്റെ അർത്ഥം? സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം പ്രബോധനം നടത്തിയ ആ നാടും വീടും ഒന്നും അവിടെയൊന്നും റബ്ബില്ല. അങ്ങനെ റബ്ബുള്ള ഒരു നാട്ടിലേക്ക് പോയതാണോ? അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാവുന്നത് പോലും തെറ്റല്ലേ അത്? മറിച്ച് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. നിങ്ങളുടെ ബഹുദൈവത്വ സങ്കല്പങ്ങളുമായി നടക്കുന്ന ഭൗതികമായ ഓരോ കാര്യങ്ങളിൽ പെട്ടുഴലുന്ന ഞാൻ നിങ്ങളെ വിളിച്ചു. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള വഴിയിൽ ഞാനിതാ സഞ്ചരിക്കുന്നു. ഈ സഞ്ചാരം ശരീരം കൊണ്ടുള്ള യാത്ര മാത്രമല്ല, സയഹ്ദീൻ, അള്ളാഹു എന്നെ എൻ്റെ ഉദ്ദേശത്തിലേക്ക് നയിക്കും. സയ്യിദന ലൂത്ത് അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഫആമന ലഹു ലൂത്തുൻ വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി ഇന്നഹു ഹുവൽ അസീസുൽ ഹകീം. അൽ അങ്കബൂത്തിൽ ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ നാദങ്കലേക്ക്, എൻ്റെ രക്ഷിതാവിലേക്ക്, എൻ്റെ റബ്ബിലേക്ക് പലായനം നടത്തുകയാണ്. അപ്പോൾ അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക്, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒന്നുകൂടി ഉയരാൻ വേണ്ടി പോകുന്ന ഏത് പലായനവും, ഏത് ദിശാമാറ്റവും, ഏത് സഞ്ചാരവും ഹിജ്റയാണ്. അങ്ങനെ ഹിജ്റ ചെയ്യുമ്പോൾ മൗലികമായ ലക്ഷ്യം അള്ളാഹുവിനെ പ്രാപിക്കുക എന്നായി തീർന്നാൽ, അങ്ങനെയാണെങ്കിൽ ഹിജ്റ എപ്പോഴും ഇല്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾ ഹിജ്റ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അദ്ദേഹം മരുഭൂമിയിൽ വിഷമിച്ചു, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം മദീന പ്രാപിക്കുക, ഹിജ്റ പൂർത്തിയാക്കുക എന്നായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അവതരിച്ച ഒരു പരിശുദ്ധ ഖുർആൻ വചനമുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു സ്വഹാബിയുടെ ചരിത്രമായി ഈ ഹദീസ്, ഈ ഖുർആനിക വായന നടത്തിയാൽ ആ ഒരൊറ്റ സംഭവത്തിലേക്ക് നിക്ഷിപ്തമായി പോവില്ലേ ഖുർആൻ? പരിശുദ്ധ ഖുർആനിനെ ഇങ്ങനെ ഒരു വ്യക്തിയായോ ഒരു സംഭവമായോ അവതരണ പശ്ചാത്തലത്തോട് കൊളുത്തി ബന്ധിപ്പിച്ച്, ഇതാണ് ഇന്നത്തെ ഖുർആനിക വായനയിൽ പ്രബുദ്ധരായ ആളുകൾ പലപ്പോഴും നന്മയിലേക്ക് എത്താത്തത്. അത് ഔസ് ഖസ്റജുമായി ബന്ധപ്പെട്ട ആയത്താണ്. അത് മക്കയിലെ മുഹാജിറുകളെ പറ്റിയുള്ള ആയത്താണ്.
അത് യഹൂദികളായ മദീനയിലെ ബനൂ ഖുറൈളയെ കുറിച്ചുള്ള ആയത്താണ്. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ബനൂ ഖുറൈളയും മുഹാജിറും അൻസാറും ഔസും ഖസറജും ഒക്കെ എന്നിൽ തന്നെയുണ്ട്. എന്റെ ഓരോ അവസ്ഥാന്തരങ്ങൾ ഇതിനെയെല്ലാം പ്രതിനിധീകരിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു സൂറത്തു നിസാ 100 വമൻ യുഹാജിർ ഫീ സബീലില്ലാഹി യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഹിജ്റ പോകുന്നുവെങ്കിൽ, വീണ്ടും പറയുന്നു, ചരിത്രപരമായ അല്ലെങ്കിൽ പ്രാദേശികമായ ഒരു സഞ്ചാരമല്ലത്. തന്റെ സാഹചര്യം ഒന്നും ഇന്ന് എനിക്ക് പ്രശ്നമല്ല, എനിക്കെന്റെ ദീനിന്റെ സംരക്ഷണം വേണം, എനിക്കെന്റെ ആദർശത്തെ കാക്ഷിക്കണം, അതിനെ കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലവിലുള്ള ജോലി ചിലപ്പോൾ ഒഴിവാക്കി പുതിയൊരു ജോലിയിലേക്ക് പോകുന്നത് ഹിജ്റയാണ്. നല്ല ശമ്പളവും നല്ല പദവിയുമുണ്ട്, പക്ഷെ അവിടെ തന്റെ ധർമ്മം, തന്റെ ദീനീ ജീവിതത്തിന് അനുകൂലമല്ല. അപ്പോഴേ ആ ഓഫീസിനെ വലിച്ചെറിഞ്ഞു പോകണം തനിക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക്. അതാണ് വമൻ യുഹാജിർ ഫീ സബീലില്ലാ. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു പലായനത്തിലേക്ക് തയ്യാറായാൽ എന്തു സംഭവിക്കും? യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ. ഭൂമിയിൽ നിരവധി ചാൻസുകൾ, വിശാലത അള്ളാഹു നൽകും. വഅർളുല്ലാഹി വാസിഅത്തുൻ. അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. അഫലാ തുഹാജിറു. നിങ്ങൾ എന്താണ് ഹിജ്റ പോകാത്തത്? ഇവിടെയെല്ലാം ചരിത്രപരമായ പ്രാദേശികമായ ഹിജ്റയുണ്ട്, സാഹചര്യത്തെ പുതിയതിലേക്ക് മാറ്റുന്ന ഹിജ്റ. നല്ല വിശാലത ലഭിക്കും, വിവിധ സാധ്യതകളെ അല്ലാഹു തആല തരും. തുടർന്ന് ഖുർആൻ പറയുകയാണ്, വമൻ യഖ്റുജ് മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലി. ഒരാൾ തന്റെ പാർപ്പിടത്തിൽ നിന്ന്, തന്റെ ഭവനത്തിൽ നിന്ന് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മുഹാജിറായി, അഭയാർത്ഥിയായി പുറപ്പെട്ടാൽ, സുമ്മ യുദ്രിക്കുഹുൽ മൗത്ത്, വഴിയിൽ വെച്ച് അവനെ മരണം പിടികൂടി, ലക്ഷ്യം വെച്ച സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണം വരിച്ചാൽ, ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അവന്റെ പ്രതിഫലം അല്ലാഹുവിൽ സുനിശ്ചിതമായി കഴിഞ്ഞു. വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ഇവിടെ എന്താ അർത്ഥം? 1, 2, 10 ആളുകൾ ഹിജ്റയായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ അവരവിടെ വെച്ച് ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് രോഗം ബാധിച്ച് വഴിയിൽ വെച്ച് മരിച്ചു. ഉണ്ടായിട്ടുണ്ട്. അവരെ പറ്റിയുള്ള സൂറത്താണ്, ആയത്താണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പരിശുദ്ധ ഖുർആനിന്റെ വാലിഡിറ്റി, അതിന്റെ പ്രാബിലിറ്റി എത്ര പരിമിതമായി പോകും, എത്ര കുറഞ്ഞു പോകും. എന്നാൽ ഇത് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലെടുത്താലോ, ഇന്നെന്റെ സാഹചര്യം എനിക്ക് അനുകൂലമല്ല, അള്ളാഹുവിനെ പ്രാപിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ഇല്ല, അതിന് പറ്റുന്ന ജ്ഞാനവും അറിവും എൻ്റെ കയ്യിലില്ല, ഞാൻ ഇപ്പോൾ തുടരുന്ന ജോലിയിലോ അല്ലെങ്കിൽ പ്രദേശത്തോ അല്ലെങ്കിൽ സംഘടനയിലോ അല്ലെങ്കിൽ സാഹചര്യത്തിലോ ഇനിയും ഞാൻ തുടരുകയാണെങ്കിൽ എനിക്ക് അള്ളാഹുവിനെ പ്രാപിക്കാൻ പ്രയാസപ്പെടും. നമ്മൾ വസിക്കുന്ന നമ്മുടെ വീട് അത്തരം സാഹചര്യത്തിൽ വലിച്ചെറിയണം. വമൻ യഖ്റുജ് മിൻ ബൈതിഹി, നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടണം. അപ്പോഴേക്ക് ശരീരം പോകണമെന്ന് അർത്ഥം വെക്കേണ്ടതില്ല. ഏത് സാഹചര്യത്തിൽ, ഏത് കൊട്ടാരത്തിൽ, ഏതാളുടെ കൂടെ ജീവിച്ചാലും അവരവരുടെ ഖൽബിനെ, ലക്ഷ്യത്തെ, അള്ളാഹുവിനെ പ്രാപിക്കാൻ ദൃഢനിശ്ചയമുള്ളവർക്ക് യാത്രയാകാം. ശരീരം യാത്രയാകാതെ നമ്മുടെ ലക്ഷ്യം യാത്രയിലേക്ക് കുതിക്കും. സുമ്മ യുദ്രിക്കുഹുൽ മൗത്ത്, ആ യാത്ര ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ ഔന്നിത്യത്തിലെത്തുന്നതിനു മുൻപ്, ഒന്നുകൂടി പറഞ്ഞാൽ മോക്ഷം പ്രാപിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ലക്ഷ്യ സാക്ഷാത്കാരം നേടുന്നതിന് മുൻപ്, പ്രാപ്തി കൈവരുന്നതിന് മുൻപ് ആധ്യാത്മികമായ ഒരു സദ്ഗുരുവിന്റെ കൂടെയുള്ള സഞ്ചാരം ആരംഭിക്കുക. അതാണ് വമൻ യഖ്റുജ് മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലി. അതിന് മന്ത്രങ്ങളും ജപങ്ങളും ഒക്കെ സ്വീകരിച്ച് ആ സദ്ഗുരു നിർദ്ദേശിക്കുന്ന പരിപാലനങ്ങളൊക്കെ തുടർന്ന് മുന്നോട്ട് പോയി. പക്ഷേ അവൻ മോക്ഷത്തിലെത്തിയില്ല, പ്രാപ്തിയെ കൈവരിച്ചില്ല.
അവന്റെ കൽബൊന്നും പൂർണ്ണമായി അങ്ങ് സംശുദ്ധിയിലേക്ക് എത്തിയില്ല. സുമ്മ യുദ്രിക്കുഹുൽ മൗത്ത്, സാരമില്ല, അവന്റെ പരിശ്രമം അവൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, അവനാകാവുന്നതൊക്കെ അവൻ നിർവഹിച്ചല്ലോ. ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, ആ ലക്ഷ്യത്തെ, അവന്റെ ആ ഉദ്ദേശ ശുദ്ധിയെ മനസ്സിലാക്കി. റബ്ബുനാ ഹുവ റബ്ബുൽ ഖുലൂബ്, അള്ളാഹു അവനെ ഏറ്റെടുക്കും. ഇങ്ങനെ ഹിജ്റയെ വിശാലമായ ഒരർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ അത് ചരിത്രത്തിലെ വലിയ നിർണായകമായ വിജയത്തിന്റെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ഹദീസിലുണ്ടല്ലോ ബുഖാരിയിൽ, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദുൻ വനിയ്യ. ഇതിന് ബാഹ്യമായ ഒരു അർത്ഥ രീതിയുണ്ട്, വളരെ മനോഹരാണ്. അതായത് മക്കം ഫതഹായി, ഇനി മക്കയിൽ നിന്ന് ആരും പുറത്തു പോകേണ്ട കാര്യമില്ല. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ, പക്ഷെ ഇനിയും എന്ത് വേണം? ജിഹാദുൻ വനിയ്യ, പോരാട്ടവും പരിശ്രമവും ലക്ഷ്യത്തിലെത്താനുള്ള നിയ്യത്തും ഇനിയും വേണം. എന്നാൽ ആധ്യാത്മിക ഗുരുനാഥന്മാരൊക്കെ ഈ പ്രവാചക പ്രവചനത്തിന്റെ മുമ്പിൽ പറയാറുള്ളത് ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്, അൽ ഫത്ഹ് ലഭിച്ചു കഴിഞ്ഞാൽ, മഅരിഫത്തിന്റെ, മുശാഹദയുടെ, ആധ്യാത്മികമായ സാക്ഷാത്കാരത്തിന്റെ, മോക്ഷത്തിന്റെ, പ്രാപ്തിയുടെ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് പോവാനാണ്? പിന്നെ ആരുടെ അടുത്തേക്ക് പോകാനുള്ളതാണ്? അവൻ ഉദ്ദേശിച്ചെടുത്ത് എത്തിക്കഴിഞ്ഞു. പിന്നെ വേണ്ടത് അതിന്റെ പദവികൾ ഉയരാൻ വേണ്ടിയുള്ള ജിഹാദും നിയ്യത്തുമാണ് വേണ്ടത്. നിലവിലുള്ള അവസ്ഥയിൽ തന്നെ ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്, അൽ ഫത്ഹ് സംഭവിച്ചാൽ അത് പക്ഷേ സാധാരണഗതിയിൽ നേടാൻ എളുപ്പമുള്ളതൊന്നുമല്ല. അൽ അമാൻ, അത് മഖാമുൽ അംനാണ്, സുരക്ഷിതത്വത്തിന്റെ, നിർഭയത്വത്തിന്റെ ആധ്യാത്മിക വിധാനം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്. അത്തരം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പിന്നെ തുടരാനുള്ളത് വലാകിൻ ജിഹാദുൻ വനിയ്യത്തുൻ, അതെ, അതാണ് മുജാഹദയും, അതാണ് ശരിയായ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അങ്ങനെ വരുമ്പോ അള്ളാഹുവിലേക്ക് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഓരോ നീക്കങ്ങളും ഹിജ്റയാണ്. മനസ്സിന്റെ ഓരോ തുടിപ്പുകളും ഹിജ്റയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഈ വിശദീകരണം പറഞ്ഞപ്പോൾ മനോഹരമായി അവിടെ നിന്ന് ചൊല്ലി, യുഹാജിറു ഇൻദി മൻ ഇലല്ലാഹി വജ്ഹുഹു വമാത മുരീദുൽ ഗൈരി മിൻ ഗൈരി ഹിജ്റതി. എന്റെ കാഴ്ചപ്പാടിൽ, എന്റെ സമീപനത്തിൽ ഹിജ്റ പോകുന്നവൻ ആരാണ്? മൻ ഇലല്ലാഹി വജ്ഹുഹു, അള്ളാഹുവിലേക്ക് തന്റെ ഡയറക്ഷൻ തിരിച്ചു വെച്ചവനാണ്. അതെ, അസ്ലിം വജ്ഹക ലില്ലാഹി, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏറ്റവും നല്ല ഹിജ്റ അതാണ്. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫൻ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. പരിശുദ്ധ ഖുർആൻ എത്ര മധുരാണ്. വമൻ അഹ്സനു ദീനൻ, ധർമ്മത്തെ പരിപാലിക്കുന്നവരിൽ അദ്ദീനിനെ ഇഹ്സാനികമായി അതിന്റെ ഉന്നതമായ അളവിൽ കൊണ്ടു നടക്കുന്നവൻ, അവൻ ആരാണ്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അല്ലാഹുവിന് തന്റെ ഡയറക്ഷൻ സമർപ്പിച്ചു. അവന് സ്വർഗത്തെ ലഭിക്കണമെന്ന മോഹമോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയൊന്നുമല്ല. അല്ലാഹുവിന് തന്റെ പ്രമാണം, തന്റെ ജീവിതം, വജ്ജഹ്തു വജ്ഹി ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ, ഹനീഫാകണം. പ്രതികൂലമായ എല്ലാത്തിനെയും വർജിച്ച് തട്ടിമാറ്റി സമർപ്പണത്തിൽ ഡയറക്ഷൻ അള്ളാഹുവിലേക്ക് മാത്രമാവുക. എന്നിട്ടോ വഹുവ മുഹ്സിൻ, മർത്തബത്തുൽ ഇസ്ലാമിൽ മുസ്ലിമാണ്, മർത്തബത്തുൽ ഈമാനിൽ മുഅ്മിനാണ്, മർത്തബത്തുൽ ഇഹ്സാനിൽ മുഹ്സിൻ ആണ്. ഇതൊക്കെ സാങ്കേതിക പ്രയോഗങ്ങളാണ്. വഹുവ മുഹ്സിൻ, അതായത് അസ്ലമ വജ്ഹഹു ലില്ലാഹി എന്ന ആ ഹിജ്റ മര്യാദക്ക് നടത്തി വിജയിപ്പിക്കണമെങ്കിൽ
അവൻ മുഹ്സിൻ ആകണം, മുഹ്സിനീങ്ങളുടെ കൂടെ ആകണം. അങ്ങനെ വരുമ്പോ ഖുർആൻ ഷരീഫ് മറ്റൊരിടത്ത് പറഞ്ഞു, ബല മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി. അവിടെയും വഹുവ മുഹ്സിൻ. അതായത് മർത്തബത്തുൽ ഇസ്ലാം എന്ന ഇസ്ലാമികമായ ബാഹ്യമായ അനുഷ്ഠാനപരമായ ശാരീരികമായ ആ വിധാനം അത് പവിത്രാണ്, അത് പരിശുദ്ധാണ്, അത് വിജയത്തിനുള്ള നിമിത്താണ്. എന്നാൽ ഈമാനികമായി അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയരുകയും ഇനിയും അടുത്ത് മുഹ്സിനീങ്ങളുടെ വഴിയായി പോവുക, ആ മുഹ്സിനാവുകയും ചെയ്യുമ്പോ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി, അവന്റെ പ്രതിഫലം എവിടെയാണ്? അവൻ ഈശ്വരങ്കൽ, അല്ലാഹുവിങ്കൽ, അവന്റെ റബ്ബിൽ അവൻ എത്തിക്കഴിഞ്ഞു. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി. അങ്ങനെ വരുമ്പം യുഹാജിറു ഇൻദി മൻ ഇലല്ലാഹി വജ്ഹുഹു, തന്റെ ഡയറക്ഷൻ, തന്റെ മുഖം, തന്റെ ദിശ, തന്റെ ലക്ഷ്യം അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചു വെക്കുന്ന ഒരവസ്ഥയിൽ ജീവിതത്തിലെ മുന്നേറ്റം, അത് മാനസികമായ മുന്നേറ്റമാകാം, നിശ്ചയം കൊണ്ടുള്ള മുന്നേറ്റമാകാം, സദ്ഗുരു മാർഗങ്ങൾ സ്വീകരിച്ച്, അതായത് ഒരു മുഹ്സിനിന്റെ കൂടെ പോയെങ്കിലേ, മുഹ്സിനായ ഒരാളുടെ കൂടെ പോയെങ്കിലേ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയൂ. അതായത് ഒരു മുഹ്സിൻ ഇസ്ലാമിക തലവും ഈമാനിക തലവും ഇഹ്സാനിക തലവും പൂർണ്ണമായി വരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോഴാണ്, അത് പരസ്പരം ബന്ധിതങ്ങളാണ്. മുഹ്സിനാകുമ്പോഴേക്ക് മുഅ്മിൻ എന്ന തലം പോവില്ല. അഥവാ ശരീഅത്തിന്റെ പരിശുദ്ധമായ പരിപാലനം വേണം, ഈമാനികമായ ത്വരീഖത്ത് പരമായ ആദർശപരമായ അച്ചടക്കം വേണം, ഈമാനും ഖുശൂഉം ഹുളൂഉം എല്ലാം വേണം ഈമാനികമായ മഖാമിൽ. എന്നാൽ മുഹ്സിനാകുമ്പോഴോ ഇഹ്സാനികമായ മഖാമിൽ ഇത് രണ്ടും വേണം. അതിന്റെ പുറമെ ഇഹ്സാനികമായ ഔന്നിത്യ തലവും വേണം. വമാ അലൽ മുഹ്സിനീന മിൻ സബീൽ. അൽ മുഹ്സിനീൻ എന്ന വിഭാഗത്തിന്റെ കയ്യിലുള്ളതൊക്കെ അതെവിടുന്ന് സംഭരിക്കുന്നതാണ്? മിൻ സബീൽ. അപ്പൊ സബീലുല്ലാഹി, സബീലു റബ്ബിക എന്ന ഖുർആനിക ടേമുകളെ പഠിക്കേണ്ടി വരും. വമാ അലൽ മുഹ്സിനീന മിൻ സബീൽ. ഫി സബീലില്ലാഹി വിശാലമായ അർത്ഥവിചാരം നടത്തേണ്ട ഖുർആനിക വചനങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ യുഹാജിറു ഇൻദി മൻ ഇലല്ലാഹി വജ്ഹുഹു, അള്ളാഹുവിലേക്ക് ഡയറക്ഷൻ വെച്ച് തന്റെ ലക്ഷ്യത്തെ അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ച് അവനാണ് എന്റെ കാഴ്ചപ്പാടിൽ ശരിയായ മുഹാജിർ. അതേ, പരിശുദ്ധ മക്കയിൽ ഉണ്ടായിരുന്ന മുഹാജിരീങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലാണ് നാടും വീടും കുടുംബവും എല്ലാം വലിച്ചെറിഞ്ഞ് ആദരവായ റസൂലുള്ളാഹിയുടെ കൂടെ മദീനയിലേക്ക് പോയത്. എന്നാൽ വമാത മുരീദുൽ ഗൈരി മിൻ ഗൈരി ഹിജ്റതി, അല്ലാഹു അല്ലാത്തതിനെ ഉദ്ദേശിക്കുന്നവൻ, മുരീദുൽ ഗൈർ, അല്ലാഹു അല്ലാത്തതൊക്കെ പെട്ടു. സ്വർഗം ആത്യന്തിക ലക്ഷ്യമാകുന്നവർ, നരക വിമുക്തി ആത്യന്തികമായി ലക്ഷ്യമാകുന്നവർ, അവരൊക്കെ മുരീദുൽ ഗൈറാണ്. അള്ളാഹുവിനെ പ്രാപിക്കാൻ കഴിയണം, അതായിരിക്കണം ഇറാദത്ത്. വമാത മുരീദുൽ ഗൈരി മിൻ ഗൈരി ഹിജ്റതി, അവൻ ഹിജ്റയെ പരിപൂർണമായി വരിച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ അവൻ മരിച്ചുപോയി. അപ്പോഴേ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വീണ്ടും വരുന്നു. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ എന്ന അർത്ഥത്തിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. അല്ലാഹുമ്മ ആമീൻ. ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഹിജ്റ എന്ന് പറയുമ്പോൾ ചരിത്രപരമായ ഒരു സംഗതിയെ മാത്രം ഓർത്താൽ പോരാ, ഭൂമിശാസ്ത്രപരമായ പര്യടനവുമല്ല. അതുണ്ടാകാം, അതില്ലാതെ തന്നെ സാധിക്കാം. നമുക്കൊക്കെ ഹിജ്റ അനിവാര്യമാണ്. ഇപ്പോഴുള്ള സ്റ്റാറ്റസ് ഈമാനികമായി വളരെ താഴ്ന്ന പടിയിലാണ്. മഹബത്തിന്റെ മേഖലയിൽ വളരെ അളവ് കുറഞ്ഞ തലത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പൊ ഇനി മഹബത്തിന്റെ ഉയർന്ന അളവിലേക്ക്, അത് ഇഷ്കിലേക്ക്, ഹവയിലേക്ക്, സ്വഭാവത്തിലേക്ക്,
അങ്ങനെ ഉയർന്നുയർന്ന് ഹിജ്റ പോയി മദീന പ്രാപിക്കണം നമുക്ക്. അപ്പോഴാണ് അൽ മദീന അൽ മുനവ്വറയായി തീരുക. നമുക്ക് ഓരോരുത്തർക്കും ഒരു അൽ മദീനത്തുൽ മുനവ്വറ വേണം. നമ്മുടെ മക്കയിൽ നിന്ന് അൽ മദീനത്തുൽ മുനവ്വറയിലേക്ക് നമുക്ക് പോകണം. ബഹുദൈവത്വവും അരാജകത്വങ്ങളും പ്രതിഷ്ഠകളും നിറഞ്ഞു നിൽക്കുന്ന മക്കയാണ്. ചരിത്രപരമായി അങ്ങനെ ഒരു മക്കയെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഞാനൊക്കെ ഇന്ന് സ്ഥിതി കൊള്ളുന്നത് പ്രതിഷ്ഠകളല്ലേ. കൽബിൽ പണത്തോടുള്ള ആർത്തി, സ്ഥാനമാന മോഹങ്ങളോടുള്ള പൂതി, വൈകാരികമായ സാഫല്യത്തോടുള്ള ലക്ഷ്യബോധ്യം, ഇതൊക്കെയല്ലേ വിഗ്രഹങ്ങള്. ഹവൻ നഫ്സ് അശൈത്വാൻ. ഈ ഒരു മക്കയിൽ കിടന്ന് നമ്മൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഇനി അൽ മദീന അൽ മുനവ്വറ, പ്രകാശിതമാകുന്ന ആ നഗരത്തിലേക്ക് എത്തിച്ചേരണം. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ് സല്ലല്ലാഹു വസല്ലമ അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ആ ഒരവസ്ഥയിലേക്കുള്ള ഹിജ്റ, ഓരോ നിലവാരത്തിലുമുള്ള ഹിജ്റയ്ക്ക് അത് അതിൻ്റെതായ മൂല്യവും പ്രസക്തിയുമുണ്ട്, അതിൻ്റെതായ രീതിശാസ്ത്രങ്ങളുണ്ട്, അതിൻ്റെതായ പദവികളുമുണ്ട്. ചുരുങ്ങിയത് ഇപ്പൊ ഹറാമിന്റെ ഒക്കെ സാഹചര്യത്തിലാണ്. നിസ്കാരം പോലും മര്യാദക്ക് നിർവഹിക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലാണ്. എങ്കിൽ നിസ്കാരമൊക്കെ മര്യാദയ്ക്ക് നിർവഹിക്കുന്ന, ഹറാമുകളെയൊക്കെ വർജിക്കുന്ന ഒരു പുതിയ സാഹചര്യത്തെ വെട്ടിപ്പിടിക്കുക. പഴയ സാഹചര്യത്തെ വലിച്ചെറിയലാണോ പുതിയ സാഹചര്യത്തെ പ്രാപിക്കലാണോ കൂടുതൽ പ്രേഷ്കരം? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അതൊന്ന് ചിന്തിക്ക്. നിലവിലുള്ള അവസ്ഥയെ വലിച്ചെറിയലാണോ പ്രയാസം? പുതിയ അവസ്ഥയെ പ്രാപിക്കലാണോ? തീർച്ചയായും നിലവിലുള്ള അവസ്ഥകളെ മുക്തി നേടുക, അതാണ് പ്രയാസം. കാരണം ഇവിടെയാണ് നമ്മുടെ കൽബകത്ത് നിലവിലുള്ള അവസ്ഥകളിലുള്ള വൈകാരിക പ്രലോഭനങ്ങൾ, ഹവയും ശൈത്താനും പലരുമുള്ളത്. അവയെ മുഴുവൻ ഓരോന്നോരോന്ന് അടർത്തിയെടുത്ത് പുതിയതിലേക്ക് കയറണം. നമ്മളെ വലിച്ചു കൊണ്ടുപോകാൻ, നയിച്ചു കൊണ്ടുപോകാൻ ദിവ്യമായ അനുഗ്രഹമുള്ള ഒരു നല്ല സംവിധാനം, ഒരു സദ്ഗുരുവിന്റെ ആ ഒരു സ്നേഹവായ്പുള്ള കരുതൽ, അതാണ് ഹിജ്റ. അള്ളാഹുവിലേക്ക് എത്തിച്ചേരുവാനുള്ള ശരിയായ പ്രായോഗികമായ വഴി. അല്ലാഹുമ്മ ആമീൻ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്ന ഇത്തിബാഅഹു വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബഹു ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.